വ്യാജ വാർത്തകളും ഫേക്ക് വീഡിയോകളും ഫോട്ടോകളുമൊക്കെയായി കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. പലപ്പോഴും ഇത്തരം നുണക്കോട്ടകൾ അധികം വൈകാതെ തകർന്നു പോകുകയും ചെയ്യും. പക്ഷേ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് മാത്രം. പിന്നീട് ആ നുണകളുടെ ചുരുളഴിച്ച് ലോകത്തെ സത്യം ബോധ്യപ്പെടുത്തേണ്ടത് ആരോപണ വിധേയരായവരുടെ ചുമതലയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ നുണകളുടെ ഒരു കൂമ്പാരം തന്നെ ചിലർ ഇക്കാലയളവിനിടയിൽ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഡൽഹിയിൽ ഭീകരാക്രമണം നടക്കുമ്പോഴും രാഹുൽ ഗാന്ധി ഒരു യുവതിക്കൊപ്പം വിദേശത്താണ് എന്ന പ്രചാരണം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് BJP ഹാൻഡിലുകളിൽ നിന്ന് ഈ ഒരു നുണപ്രചാരണം അതിശക്തമായി നടന്നത്. ഇതേ തുടർന്ന് ഈ പ്രചാരണത്തിന്റെ സത്യാവസ്ഥ ചില മാധ്യമങ്ങൾ പരിശോധിക്കുകയുണ്ടായി. രാജ്യം അടിയന്തര സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് കടന്നുവെന്നായിരുന്നു BJP ഹാൻഡിലുകളിൽ വന്ന പ്രചാരണം. 56-കാരനായ രാഹുൽ ഏതോ യുവതിക്കൊപ്പം വിദേശത്താണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാപ്ഷനുമിട്ട് ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതൊരു തെറ്റായ ആരോപണമാണ് എന്നാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ച മാധ്യമങ്ങൾക്ക് മനസ്സിലായത്. വീഡിയോ സത്യമാണ് എങ്കിലും അതിലെ ആരോപണം തികച്ചും പച്ചക്കള്ളമാണ്. രാഹുലിനൊപ്പം വീഡിയോയിൽ കാണുന്നത് അജ്ഞാത യുവതിയല്ല, മറിച്ച് സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ മകൾ മിറായ വാദ്രയാണ് എന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇടയ്ക്ക് രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പം മിറായ പൊതുപരിപാടികളിൽ പങ്കെടുത്തത് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. 2022 രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയിലും മിറായ പങ്കെടുത്തിരുന്നു. അന്ന് പുറത്തു വന്ന മാധ്യമ വാർത്തകളിലെ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്തപ്പോഴും വീഡിയോയിലുള്ളത് മിറായ ആണെന്ന് വ്യക്തമായി. സംഘപരിവാർ പ്രചരിപ്പിച്ച ഈ വീഡിയോ ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്നാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഇതേ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടതായി കണ്ടെത്തി. പോൾ ഡി സിൽവ എന്ന അക്കൗണ്ടിൽ നിന്ന് ഒക്ടോബർ 14-നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂണിൽ രാഹുൽ രഹസ്യ വിദേശയാത്ര നടത്തുന്നു എന്ന ആരോപണവുമായി BJP നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. മരുമകളായ മിറായയുടെ ബിരുദദാന ചടങ്ങുകൾക്കായിട്ടാണ് അന്ന് രാഹുൽ ഗാന്ധി ലണ്ടനിൽ പോയത്. BJP നേതാക്കളുടെ ആരോപണങ്ങൾക്ക് അന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര എക്സിലൂടെ മറുപടി നൽകി. മിറായയുടെ ഗ്രാജുവേഷൻ ചടങ്ങിന് ശേഷം രാഹുൽ പ്രിയങ്കയ്ക്കും കുടുംബത്തിനുമൊപ്പം എടുത്ത ചിത്രവും സമൂഹ മാധ്യമങ്ങളിലൂടെ അന്ന് പ്രചരിച്ചിരുന്നു. ഇതാണ് വാസ്തവമെന്നിരിക്കെ കള്ളം പ്രചരിപ്പിക്കുക എന്ന സ്ഥിരം തന്ത്രമാണ് ഒരു കൂട്ടം ആളുകൾ പയറ്റിയത്. വ്യാജ വീഡിയോ പ്രചരിക്കുന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ BJP നേതാവ് രാധിക ഖേരയും ഇതേ വീഡിയോ രാഹുലിനെതിരായ ആരോപണങ്ങളോടെ എക്സിൽ പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തി. സ്ഫോടനത്തിന് 5 ദിവസം മുൻപ് രാഹുൽ വിദേശത്തേക്ക് രഹസ്യ സന്ദർശനം നടത്തിയെന്നും 2 ദിവസം കഴിഞ്ഞ് ഡൽഹി സ്ഫോടനം നടന്നുവെന്നും ദുരുദ്ദേശത്തോടെയുള്ള പോസ്റ്റാണ് രാധിക ഖേര സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ ആരോപണം വ്യാപകമായതോടെ കോൺഗ്രസ് നേതാക്കളും ഇതിനെതിരെ രംഗത്തു വന്നു. 2025 സെപ്റ്റംബറിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് വ്യാജ പ്രചാരണമെന്നാണ് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനദെ ഇതിന് മറുപടിയായി എക്സിൽ കുറിച്ചത്. അതിനിടെ ഇന്നലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നു. കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും കടുത്ത തിരിച്ചടി നൽകുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിന്റെ 10% സീറ്റ് മാത്രമാണ് അവർക്ക് നേടാനായത്. അതായത് 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ജയിച്ചത് 6 സീറ്റിൽ മാത്രം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടക്കം മുതൽ തന്നെ നീതിയുക്തമായിരുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ആരോപിക്കുന്നുണ്ട്. ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് താൻ പോരാടുന്നത്. ബീഹാർ ഫലം തന്നെ ശരിക്കും അമ്പരപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതേസമയം വോട്ട് മോഷണ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ അധികാര യാത്ര വരെ സംഘടിപ്പിച്ച രാഹുൽ പക്ഷേ പാർട്ടിയുടെ ദയനീയ പരാജയത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ വോട്ട് മോഷണത്തെക്കുറിച്ച് മൗനം പാലിച്ചതും ശ്രദ്ധേയമായി. തെരഞ്ഞെടുപ്പ് ശരിയായ രീതിയിൽ ആയിരുന്നില്ല എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്.